വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 6:12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. യേശു നമ്മുടെ ഉത്തമ മാതൃകയാണ്. അത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നതിന് മാത്രമല്ല, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതിന് പോലും. രാത്രി മുഴുവൻ അവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ചുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. തമിഴ്നാട്ടിൽ ഒരു വലിയ ആത്മീയ ഉണർവിനുള്ള അടിസ്ഥാന തീപ്പൊരികളിൽ ഒന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനയുടെ പരിശീലനമായിരുന്നു. 1973 ബ്രദർ DGS ദിനകരനും ബ്രദർ ജീവാനന്ദവും ഒരുമിച്ച് ചെന്നൈയിൽ രാത്രി മുഴുവൻ പ്രാർത്ഥനാ പരിശീലനം ആരംഭിച്ചതായി എൻ്റെ പിതാവ് പങ്കുവയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അത്തരം പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ദൈവസ്നേഹം തിരമാലകൾ പോലെ ശക്തമായി ചലിച്ചു, ഹൃദയങ്ങളെ തീകൊണ്ട് ജ്വലിപ്പിച്ചു. അത് പ്രവർത്തിക്കാനുള്ള ആഴമായ ആഗ്രഹമുണർത്തി. ദൈവത്തിൻ്റെ മധുരദിവ്യ സാന്നിധ്യത്തിൽ നിങ്ങൾ പൊതിഞ്ഞിരിക്കുമ്പോൾ സമയം പെട്ടെന്ന് കടന്നു പോകും. ചെന്നൈയിൽ ആരംഭിച്ച മുഴുരാത്രി പ്രാർത്ഥനാ രീതി താമസിയാതെ തമിഴ്നാട്ടിലുടനീളം വ്യാപിച്ചു. ആയിരക്കണക്കിന് മിഷണറിമാരും സുവിശേഷകരും ദൈവദാസന്മാരും അതിൻ്റെ ഫലമായി ഉയർന്നു വന്നു. അതെ, പ്രാർത്ഥനയ്ക്ക് ഹൃദയങ്ങളെയും നഗരങ്ങളെയും മുഴുവനും ജനതകളെ പോലും ഉണർത്താൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിൽ കർത്താവ് എപ്പോഴും സന്തോഷിക്കുന്നു. സംഗീതനക്കാരൻ പറയുന്നു, പകലും നിങ്ങളുടേതാണ്, രാത്രിയും നിങ്ങളുടേതാണ്, വെളിച്ചത്തെയും സൂര്യനെയും നിങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 74:16 കാണപ്പെടുന്നു. രാത്രി പ്രാർത്ഥനയ്ക്കിടെ നിങ്ങൾ ക്ഷീണിതനായേക്കാം. ഒരുപക്ഷെ ഗെത്സമനയിലെ ശിഷ്യന്മാരെ പോലെ ഉറങ്ങാൻ പോലും സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ഒരിക്കലും മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ഇത് സങ്കീർത്തനം 121:4 പറയപ്പെടുന്നു. രാത്രിയിലെ ഏതു മണിക്കൂറിലും നിങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവം മുൻപാകെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയം പകരാൻ കഴിയും. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, നിന്റെ നീതിയുള്ള നിയമങ്ങൾ നിമിത്തം നിനക്ക് നന്ദി പറയാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 119:62 പറയപ്പെടുന്നു. യാക്കോബിന് തന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവുണ്ടായത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയ്ക്കിടയിലാണ്. വരാനിരിക്കുന്ന കുഴപ്പങ്ങൾ ഭയന്ന് യാബോക്ക് നദിയുടെ തീരത്ത് നിന്ന് യാക്കോബ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. കർത്താവിനോട് മല്ലു പിടിച്ചുകൊണ്ട് അവൻ നിലവിളിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. ഇത് ഉൽപ്പത്തി 32:26 പറയപ്പെടുന്നു. ആ ഒരു രാത്രിയിലെ പ്രാർത്ഥന യാക്കോബിന്മേൽ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടുവന്നു. ഒരിക്കൽ യാക്കോബായിരുന്നവൻ ഇസ്രായേലായി. കർത്താവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവന്റെ സഹോദരനായ ഏശാവിന്റെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് തിരിച്ചു. അവർക്കിടയിൽ വലിയ സ്നേഹത്തിന് കൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ മല്ലുപിടിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും മധ്യസ്ഥത പ്രാർത്ഥനയിൽ രാത്രി ചെലവഴിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുക. ഇത്തരത്തിലുള്ള യുദ്ധ പ്രാർത്ഥന അന്ധകാര ശക്തികളെ കീറിമുറിച്ച് നിങ്ങളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 121:1. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനം 66-67 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 7 അധ്യായം. ആമേൻ.